പണ്ട് ബിയോൻസോക്കിനെ ബുള്ളി ചെയ്ത പിള്ളേർ വീണ്ടും വന്ന് പ്രശ്നമുണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞതും ഹീറോയും ആൻസോയെ അവരെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ബുള്ളികൾ അവരെ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. ഇത് കണ്ടതും ആൻസോ അവന്റെ ചെവിക്ക് പിടിച്ച് ബിയോൻസോക്കിനോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു. അതിന് ബിയോൻസോക്ക് അവന്റെ മുഖത്താണ് അടിച്ചത്. ഓഫ് കോഴ്സ് അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടിയതും മൈക്ക് വെച്ച് അടിക്കാൻ നിന്നതും ആൻസോ അവനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. തോളിൽ കൈയിട്ടതും നീ എപ്പോഴും എന്തിനാ എന്നെ അടിമയെ പോലെ കാണുന്നത്? എന്നോട് കുറെ കാലമായി അത് ചെയ്യ് ഇത് ചെയ്യെന്ന് പറഞ്ഞ് ഓർഡർ ഇട്ടോണ്ടിരിക്കുകയാണ്. ആള് തന്നെ ഇപ്പൊ ആകെ മാറിപ്പോയിട്ടുണ്ട്. എനിക്ക് ആരും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. എന്നാൽ ഇപ്പോ കിട്ടിയതിന് പകരം ചോദിക്കാൻ മറ്റേ ബുള്ളികൾ അവന്റെ പിന്നാലെ വരുന്നത് കണ്ട് പേടിച്ച് ഓടിയതും ദാ മുമ്പിൽ ഇപ്പോൾ ഉള്ള സ്കൂളിലെ ബുള്ളികൾ മുമ്പിൽ നിൽക്കുന്നു. കറക്റ്റ് അതേ സമയത്ത് മറ്റവന്മാരും അങ്ങോട്ട് വന്നു. അവരുടെ കൂടെ വരാൻ പറഞ്ഞു. എന്നാൽ സ്വന്തം സ്കൂളിലെ ഒരുത്തന് പ്രശ്നമുണ്ടായാൽ ആരെങ്കിലും നോക്കി നിൽക്കോ? അവർ ആ ബുള്ളികളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഒരു ബേസ്മെന്റിൽ വെച്ച് നല്ല തല്ല് കൊടുത്തു. അവരുള്ള ധൈര്യത്തിൽ ബിയോൻസോക്ക് അവരെ പിടിച്ചു അടിച്ചു. ബുള്ളികളോടുള്ള ദേഷ്യവും അച്ഛനോടുള്ള ദേഷ്യവും അവരോട് തന്നെ തീർത്തു. ആരും അവനെ പിടിച്ചു വെച്ചില്ല. അത് കഴിഞ്ഞ് നേരെ അവരുടെ കൂടെ ഒരു ക്ലബിലേക്ക് കൊണ്ടുപോയി. ബിയോൻസോക്കിന്റെ കയ്യിലും കുറെ ക്യാഷ് ഉണ്ടല്ലോ. അത് കണ്ടത് ആ പുള്ളികളും അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവനും പോയി പെട്ടത് അവനെ മുതലാക്കുന്ന ഒരു ഗ്യാങ്ങിലാണ്. അവനാണ് അതിൽ മെയിൻ എന്ന് തോന്നിപ്പോയി. കാരണം ആരും ചോദിക്കാനോ പിടിച്ചു വെക്കാനോ ഇല്ല. വെള്ളം അടിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം മുതൽ ബിയോൻസോക്കും ഹീറോയെയും ആൻസോയെയും മൈൻഡ് പോലും ചെയ്യാതെയായി. മറ്റേ അലമ്പ് ഗ്യാങ്ങിന്റെ കൂടെ തന്നെ അങ്ങോട്ട് കൂടി. അവര് ഫോൺ പോലും വിളിച്ചാൽ എടുക്കാതെയായി. അവൻക്കും ആൻസോയോടാണ് ഭയങ്കര ദേഷ്യം. അന്ന് രാത്രി ക്ലബിൽ പോയതും ആദ്യത്തെ ആ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. ആൻസോയോടുള്ള അവന്റെ ദേഷ്യം കണ്ടതും ഇതിനു മുമ്പ് ആൻസോ ഒരുത്തനെ ബോക്സിംഗിൽ തോൽപ്പിച്ചിരുന്നു. അവനും ആൻസോയുടെ അടുത്ത് പ്രതികാരം ചെയ്യാൻ നടക്കാണ്. ആൻസോയുടെ വിചാരം എല്ലാവരും അവന്റെ താഴെയാണെന്നാ. അവനെ ഞാൻ ശരിയാക്കി തരാമെന്ന് മെയിൻ ബുള്ളി പറഞ്ഞു. ഹീറോയെ അടുത്ത ദിവസം തന്നെ ബുള്ളികളെ ചെന്ന് കണ്ടു. ബിയോൻസോക്കിനെ വെറുതെ വിടാൻ പറഞ്ഞു പോയി. ക്യാൻറ്റീനിൽ എല്ലാവരും ലൈനിൽ നിന്ന് ഫുഡ് വാങ്ങുമ്പോൾ അത് തെറ്റിച്ച് ആ ബുള്ളി ഗാങ്ങും മുമ്പിൽ പോകുന്നത് കണ്ടതും പറഞ്ഞിട്ട് മനസ്സിലാകാതെ ആയപ്പോൾ ആൻസോ അവരെ എടുത്ത് എറിഞ്ഞു. എന്നാൽ ബിയോൻസോക്ക് മാത്രം അവിടെ നിന്ന് മാറിയത് പോലുമില്ല. അവസാനം ആൻസോ അവനെ പിടിച്ച് എറിഞ്ഞു കളഞ്ഞു. ഹീറോയെ അവനോട് നിർത്താൻ പറഞ്ഞു. അത് കഴിഞ്ഞതും മറ്റേ ആ ബോക്സിംഗിൽ തോറ്റവനും മെയിൻ ബുള്ളി അങ്ങോട്ട് വന്നു. ഇവർക്കാണെങ്കിൽ ആൻസോയെ ഒറ്റക്ക് കിട്ടണം. പക്ഷെ തോൽപ്പിക്കുന്ന കാര്യത്തിൽ ഭയങ്കര സംശയമാണ്. ആദ്യം അവന്റെ കയ്യിനും കാലിനും പരിക്ക് പറ്റണം. അതിന് നീ സഹായിക്കണം എന്ന് പറഞ്ഞു. ആ ബോക്സിംഗ് ചെയ്യുന്നവനും അവർക്കുള്ള എല്ലാ ടൂൾസിനും ക്യാഷ് കൊടുത്തത് ബിയോൻസോക്കാണ്. അത് കഴിഞ്ഞ് അവർ നേരെ പോയി ആൻസോയുടെ ബൈക്കിന്റെ ബ്രേക്ക് അങ്ങോട്ട് അയച്ചു മാറ്റി. ഇനി എന്ത് സംഭവിക്കും കാണാം അടുത്ത പാർട്ടിൽ.